ശ്രീ ഷാഫി പറമ്പിൽ MP-ക്ക് നേരെ പേരാമ്പ്രയിലുണ്ടായ പോലീസ് അതിക്രമത്തെ സംബന്ധിച്ചുണ്ടായ കാര്യങ്ങളെല്ലാം സംബന്ധിച്ച് തന്നെ ആ വിഷയത്തിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികാര നടപടി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിലിട്ട FIR-ൽ നിന്ന് വ്യത്യസ്തമായി രണ്ടാമതൊരു FIR-ൽ സ്ഫോടക വസ്തു ഉപയോഗിച്ചു എന്നുള്ള കേസ് കൂടി ചാർത്തിക്കൊണ്ടാണ് യൂത്ത് കോൺഗ്രസിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും ഒക്കെ പ്രവർത്തകരെ പോലീസ് കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ അറസ്റ്റിലായ ആളുകൾക്കും അതോടൊപ്പം തന്നെ ആ ഘട്ടത്തിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ച ആളുകൾക്കൊക്കെ ജാമ്യം കിട്ടിയ ഘട്ടത്തിൽ കോടതി തന്നെ വളരെ നിശ്ചിതമായി തന്നെ പോലീസിനെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞു, പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ മറച്ചു വെക്കുന്നതിനാണ് സ്ഫോടക വസ്തു ഉപയോഗിച്ചു എന്നുള്ള കേസ് അവിടെ എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ളത് എന്ന് കോടതി തന്നെ പരാമർശിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. DYSP ആയിട്ടുള്ള ഹരിപ്രസാദ് DYSP ഹരിപ്രസാദിന്റെ കൈകളിൽ ഗ്രനേഡ് ഇരിക്കുന്ന കാഴ്ച ചിത്രങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നതാണ്. ശ്രീ ഷാഫി പറമ്പിൽ MP നടത്തിയ പത്രസമ്മേളനത്തിൽ ഉൾപ്പെടെ ആ വിഷയങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അബദ്ധവശാൽ വീണാണ് ഗ്രനേഡ് പൊട്ടിയതെന്ന് ആദ്യം മൊഴി നൽകിയ അതേ ഉദ്യോഗസ്ഥൻ തന്നെ പിന്നീട് കാര്യങ്ങൾ മാറ്റി പറയുകയും ഇവിടെ സമരക്കാർക്കിടയിൽ നിന്നാണ് അങ്ങനെ ഒരു പ്രയോഗം ഉണ്ടായത് എന്നുള്ള രീതിയിലുള്ള കേസെടുക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷമാണ് ജില്ലാ പോലീസ് മേധാവിയുടെ സർക്കുലർ വന്നത്. പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് എങ്ങനെ ഗ്രനേഡ് പ്രയോഗിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് പരിശീലനം കൊടുക്കണമെന്ന് പറഞ്ഞു. ആ പരിശീലനം കിട്ടിയ പോലീസുകാരെ പിന്നീട് ചെയ്തത് താമരശ്ശേരിയിൽ പോയി അവിടെ ഫ്രഷ് കട്ടിനെതിരെ സമരം ചെയ്യുന്ന ജനങ്ങൾക്ക് നേരെ ഗ്രനേഡ് വലിച്ചെറിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നിന്ന് വളരെ ഒരു ജനകീയമായ സമരങ്ങളോട് അങ്ങേയറ്റം പ്രതിഷേധാർഹമായ ഒരു നിലപാടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സമരങ്ങളെ അടിച്ചമർത്താനും ആക്രമിക്കാനും വേണ്ടി നടത്തുന്ന ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. ഇപ്പോഴും അറസ്റ്റ് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് സുബൈറും അതോടൊപ്പം തന്നെ മുഹമ്മദും എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും 2 പ്രവർത്തകരെ വീണ്ടും പോലീസ് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നത്. ആ ഘട്ടത്തിൽ അവിടേക്ക് കടന്നു ചെന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി VP ദുൽഖിഫിലിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അകാരണമായി മർദ്ദിക്കുകയും അയാളുടെ പേരിലും പോലീസിനെ ആക്രമിച്ചു എന്ന പേരിൽ ഒരു കേസെടുത്ത് അയാളെ റിമാൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ജയിലിൽ ഉപവാസ സമരം ഉൾപ്പെടെയുള്ള സമരത്തിന് നേതൃത്വം കൊടുത്തതിന്റെ ഭാഗമായി അദ്ദേഹത്തെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയും ഇന്നിപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്ന സാഹചര്യമാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ഘട്ടത്തിലൊക്കെ തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് വളരെ നിരന്തരമായി കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകർക്ക് നേരെ കള്ളക്കേസെടുക്കാനും അവരെ അറസ്റ്റ് ചെയ്യാനും അവരെ ഭയപ്പെടുത്താനും ഒക്കെ ശ്രമിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇതിന്റെ പുറകിലെ ചേതോ വികാരം ആരാണ് ഈ പോലീസിന് ഇത്തരത്തിലുള്ള നിർദ്ദേശം കൊടുക്കുന്നത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ പോലീസ് മേധാവി ബൈജുവും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ DYSP-മാരായിരുന്ന ഹരിപ്രസാദും അതോടൊപ്പം തന്നെ സുനിൽകുമാറും ആ സമരത്തിന്റെ രംഗത്ത് ഇത്തരത്തിലൊരു അക്രമത്തിലേക്ക് കടന്നുപോയത്? സാധാരണ രീതിയിൽ ഒരു UDF-ന്റെ ഹർത്താൽ നടക്കുന്ന അതിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന ഒരു പൊതുയോഗം, ആ പൊതുയോഗത്തിന്റെ ഭാഗമായി നടക്കുന്ന പ്രകടനമൊക്കെയാണ് അവിടെ നടക്കുന്നത്. അവിടെ CPM പ്രവർത്തകർ ആക്രമിക്കാൻ വേണ്ടി സംഘടിച്ച് നിൽക്കുന്നുണ്ട് എന്ന് ഇതേ പോലീസുകാർ തന്നെ പറയുന്നുണ്ടായിരുന്നു. ആക്രമിക്കാൻ വേണ്ടി വന്ന ആളുകൾക്ക് നേരെയല്ലേ പോലീസിംഗ് നടത്തേണ്ടത്? അതിനപ്പുറത്തേക്ക് പ്രതിഷേധ സമരവുമായി നിൽക്കുന്ന ആളുകൾക്ക് നേരെ പോലീസ് അക്രമം നടത്താൻ വേണ്ടി കടന്നു വന്നതിന്റെ പുറകിലെ രാഷ്ട്രീയ താല്പര്യം എന്താണ്? ആരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് കോഴിക്കോട് ജില്ലയിലെ പോലീസ് മേധാവിയും പോലീസ് ഉദ്യോഗസ്ഥന്മാരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ഹരിപ്രസാദ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യണമെന്നുള്ളതാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഉൾപ്പെടെ ഞങ്ങളെല്ലാവരും നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴുണ്ടായിട്ടുള്ള സ്ഥലമാറ്റം സ്വാഭാവികമായും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടത്തപ്പെടുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സ്ഥലമാറ്റമാണ് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇതേ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ്, ഇതേ പോലീസ് മേധാവി തന്നെയാണ് ഫ്രഷ് കട്ടുമായി ബന്ധപ്പെട്ട സമരത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ജനങ്ങളെ മൃഗീയമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഫ്രഷ് കട്ടുമായി ബന്ധപ്പെട്ട അവിടെ സമരം ചെയ്യുന്ന ജനങ്ങളെ പോയി സന്ദർശിച്ചതിന് ശേഷമാണ് ഞങ്ങളിപ്പോൾ ഈ പത്രസമ്മേളനത്തിലേക്ക് കടന്നു വന്നത്. അവിടെയും ജനം വളരെ ഭീതിയിലാണ്. പേരാമ്പ്രയിൽ എങ്ങനെയാണോ യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും പ്രവർത്തകരെ വീട് കയറി ഇറങ്ങി പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അതുപോലെ തന്നെ അവിടെ ഫ്രഷ് കട്ടിനെതിരെ സമരം ചെയ്ത ആ ജനങ്ങളെയും പോലീസ് അവിടെ നിരന്തരമായി വീട് കയറി ഇറങ്ങുകയാണ്.